അതിനിടെ വയനാടൻ മലകൾ കയറി ചെന്നപ്പോൾ രാഹുൽ തിരുനെല്ലി അമ്പലത്തിലുമെത്തി. ഇത് തികച്ചും വ്യക്തിപരമായ കുടുംബപരമായ ഒരു ചടങ്ങല്ലേ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ ഉത്തരം അല്ല എന്നാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട, ഏറ്റവും ഒടുവിൽ പുൽവാമയിലടക്കം കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ധീര ജവാന്മാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ ദേശീയതയുടെ മൊത്തക്കച്ചവടക്കാർക്ക് കണക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, UDFന്റെ എല്ലാ യോഗങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കോൺഗ്രസിന്റെ മഹത്തായ ചരിത്രം, ദേശീയ ചരിത്രം, അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുമോ? വന്ദേ മാതരത്തെ പറ്റിയുള്ള നിലപാട്, ആ നിലപാട് മാറ്റം വരുത്താൻ UDF തയ്യാറായോ എന്ന് അവരെ വിശദീകരിക്കണമെന്ന് ഈ അവസരത്തിൽ BJP ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ വന്ദേ മാതരത്തെക്കുറിച്ചുള്ള UDFന്റെ നിലപാട് എന്താണ് എന്നാണല്ലോ ആദ്യം പരിശോധിക്കേണ്ടത്. ഇതാണ് പിള്ള സാറേ UDFകാരുടെ നിലപാട്. പാണക്കാട് തങ്ങൾ വരെ എഴുന്നേറ്റ് നിന്ന് വന്ദേ മാതരത്തെ ആദരിക്കുന്ന നിലപാട്. ആട്ടെ, ഇനി എന്തുണ്ട് പറയാൻ? വയനാട്ടിലേക്ക് അഗതിയായി വന്ന, അഭയാർത്ഥിയായി വന്ന ആള്, അഭയാർത്ഥിയായി വരുന്നവരെ ഒരിക്കലും പുറംകാലം കൊണ്ട് ആരും ചവിട്ടാറില്ല, അവരെ അപമാനിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പക്ഷെ അധാർമികതയുണ്ട്. അഭയാർത്ഥികളായി വന്നവരോടുള്ള നിലപാടിനെ കുറിച്ച് വലിയ വായിൽ കാറുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. വിഭജന കാലത്ത് സിന്ധിൽ നിന്ന് അഭയാർത്ഥിയായി വന്ന ആളായതുകൊണ്ടല്ലേ LK അദ്വാനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള അവസരം നിങ്ങൾ നിഷേധിച്ചത്? അത് അധാർമികതയല്ലേ? അധാർമികതയെ തുറന്നു കാണിക്കും BJP. ഈ തെരഞ്ഞെടുപ്പിൽ അത് കാണിക്കും. കേരളത്തിലെ ജനങ്ങൾ ബാലറ്റ് വഴി അത് തെളിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള പല രഹസ്യങ്ങളും തുറന്നു കാണിക്കാനായി BJPയുടെ അഖിലേന്ത്യാ ശ്രീധരൻപിള്ള എത്തിയിട്ടുണ്ടല്ലോ.
കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് കണ്ടല്ലോ. തേങ്ങാക്കൊല. ഇത്രയും ഭാവനാസമ്പന്നരാണ് കേരളത്തിലെ ബി ജെ പിക്കാരെന്ന് പൊളിമിക്സ് മനസ്സിലാക്കിയിരുന്നില്ല. അമിത്ഷാജിയുടെ അഗ്നിസ്ഫുലിംഗമാം ദിവ്യവാണി ഇതാ ഇവിടെ നമുക്കായി. May I request Honorable Amit Shah ji to address the gathering. അമിത്ഷാജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുന്നതിനായി മധ്യമേഖല ഉപാധ്യക്ഷൻ ശ്രീ ജി കാശിനാഥിനെയും ക്ഷണിക്കുന്നു. मेरे साथ बोलिए भारत माता की। क्यों भाई आवाज को क्या हो गया है? ശബ്ദത്തിന് എന്താണ് പറ്റിയതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അക്കാര്യം അഖിലേന്ത്യാ അധ്യക്ഷനും പിടികിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ബി ജെ പിക്കാരുടെ ശബ്ദം പൊങ്ങുന്നില്ല എന്ന കാര്യം. केरल के अंदर इस बार भारतीय जनता पार्टी बहुत सारे एमपी चुनकर भेजने वाली है. കേരളത്തിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി നിരവധി എംപിമാരെ തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. मोदी जी को मालूम पड़ना चाहिए केरल में भाजपा वाले इकट्ठा हुए हैं. मेरे साथ दोनों हाथ उठाइए. മോദിജിക്ക് മനസ്സിലാവണം കേരളത്തിൽ ബി ജെ പിക്കാർ ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവെന്ന്. രണ്ട് കൈയും ഉയർത്തി ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ വിളിക്കണം. विजय के संकल्प की मुट्ठी भींचिए വിജയത്തിനായിട്ടുള്ള ആ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഉറക്കെ വിളിക്കണം. और प्रचंड आवाज से बोलिए നല്ല ശബ്ദത്തിൽ വിളിക്കണം. भारत माता की, भारत माता की, भारत माता की. അതാണ് കാര്യം. കേരളത്തിലെ ബി ജെ പിക്കാർ പല ഗ്രൂപ്പല്ല ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ന് മോദിയെ ബോധ്യപ്പെടുത്താനും കേരളത്തിലെ ബി ജെ പിക്കാരുടെ ശബ്ദം പൊങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് വന്നത്.